നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വെന്നിമലയിൽ വൻ തീപിടുത്തം. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഏക്കർ കണക്കിന് സ്ഥലം കത്തിപ്പോയി. കാരണം വ്യക്തമല്ല. പുണ്യം നിറഞ്ഞ ചിറക്കടവ് ദേശം. ശ്രീ മഹാദേവന്റെ തിരുവുത്സവത്തിന് കൊടിയേറി. ഇനി ഭക്തിയുടെ 9 നാളുകൾ. പിടിവിട്ട് സ്വർണ്ണവില. പവന് 64,480 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 8,060 രൂപ. 1 പവൻ വാങ്ങാൻ നൽകേണ്ടത് 72,000 രൂപയിലധികം. കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിലെ ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. വെള്ളിയാഴ്ച ബ്ലോക്ക് സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. പാമ്പാടി വെന്നിമലയിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥലത്ത് വൻ തീപിടുത്തം. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. പാമ്പാടി വെന്നിമലയിൽ വൻ തീപിടുത്തം. ഇന്ന് പകൽ 11-ന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കോമ്പൗണ്ടിലായിരുന്നു സംഭവം. അഗ്നിരക്ഷാ സേനയുടെ പാമ്പാടി, കോട്ടയം യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. കോളേജിന് 6 ഏക്കർ സ്ഥലമാണ് വെന്നിമലയിൽ ഉള്ളത്. ഇതിൽ 1.5 ഏക്കർ സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. തുടർന്ന് 1.25 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിന് ഒടുവിലാണ് തീയണച്ചത്. മറ്റ് അപകടങ്ങളൊന്നുമില്ലെന്ന് പാമ്പാടി ഫയർഫോഴ്സ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9427324179, 8921620928, 7306405536. പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചിറക്കടവ് ദേശാധിപന് കൊടിയേറ്റ്. ഇനിയുള്ള 10 ദിനങ്ങൾ ചിറക്കടവിന് ഭക്തിയുടെ പുണ്യനാളുകൾ. മണ്ണിലും മനസ്സിലും പഞ്ചാക്ഷരി മന്ത്രങ്ങൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ ദിനങ്ങളിലൂടെ കടന്നുപോകുകയാണ് ചിറക്കടവ് ദേശം. ദേശാധിപനായ ശ്രീ മഹാദേവന്റെ തിരുവുത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് വിഴിക്കത്തോട് ചിറ്റടി കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന കൊടിക്കൂറ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് കൊടിക്കൂറയും കൊടിക്കയറും സമർപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ പൂജ നടന്നു. ശേഷം നമശിവായ മന്ത്രങ്ങൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് മോഹനരര് കൊടിയേറ്റി. മേൽശാന്തി പെരുന്നാട്ടില്ലം മനോജ് നമ്പൂതിരി സഹകാർമ്മികനായി. ശ്രീ ശങ്കരനാരായണ വാദ്യകലാ സമിതിയിൽ കലാപീഠം യദുകൃഷ്ണയുടെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു. രണ്ടാം ഉത്സവ ദിനം മുതൽ 8ാം ഉത്സവ ദിവസം വരെ എല്ലാ ദിവസവും ഉത്സവ ബലിയും ദർശനവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും ഉയർന്നു. ഒരു പവൻ സ്വർണത്തിന് 64,480 രൂപ. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 8,060 രൂപ നൽകണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. 1 പവൻ സ്വർണത്തിന് ഇന്ന് 640 രൂപ വർദ്ധിച്ച് 64,480 രൂപയായി. ഇന്നലെ 280 രൂപയുടെ വർധനയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 2,840 രൂപയാണ് സ്വർണത്തിന് പവന് വർദ്ധിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില $2,900 കടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നത്. 8,060 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വിലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടത്തോടെ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 72,000 രൂപയോളം നൽകേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്ക് ഈ മാസം 14-ന് സമർപ്പിക്കും. ഇതോടൊപ്പം സ്കൂളിന്റെ വാർഷികവും ആഘോഷിക്കും. കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്കിന്റെ ആശീർവാദവും ഈ മാസം 14-ന് നടക്കും. വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൻ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ആശീർവദിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂളിന്റെ 65ാമത് വാർഷികം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്കിൻ്റെ ആശീർവാദം നടത്തുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പുളിക്കൽ പിതാവാണ്. ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനാണ്. അധ്യക്ഷത വഹിക്കുന്നത് ഈശോസഭ കേരള പ്രൊവിൻഷ്യൽ ഫാദർ EP മാത്യു SJ. 65ാമത് സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നിയമസഭ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA ആണുള്ളൂ. വിജയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതാവട്ടെ പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഫ്ലൈ ദുബായ് പൈലറ്റുമായ ക്യാപ്റ്റൻ ആൽബി തോമസ് സ്കൂൾ ജെം ജൂവൽ പ്രഖ്യാപനം നടത്തും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, മാനേജർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈരാറ്റുപേട്ട സ്വദേശി ജോഷി ജോസഫ് രൂപകൽപ്പന ചെയ്ത മെഷീന് രാജ്യാന്തര പുരസ്കാരമായ പ്രോലി നോവ പുരസ്കാരം ലഭിച്ചു. റനൌ ഷെർഡിംഗ് ആൻഡ് ഗ്രൈൻഡിംഗ് മെഷീനെ തേടിയാണ് രാജ്യാന്തര പുരസ്കാരം എത്തിയത്. കാർഷിക ജൈവ സംസ്കരണ മേഖലകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഈരാറ്റുപേട്ട സ്വദേശി ജോഷി ജോസഫ് രൂപകൽപ്പന ചെയ്ത മെഷീന് രാജ്യാന്തര പുരസ്കാരം ലഭിച്ചു. കോവിഡ് സമയത്ത് കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച മെഷീൻ പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയായിരുന്നു. അരിയുക, പൊടിക്കുക, അരയ്ക്കുക തുടങ്ങി വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഈ മെഷീൻ ഉപയോഗിക്കാം. ചെറുതും വലുതുമായ നിരവധി ജൈവവള യൂണിറ്റുകളിലും പച്ചക്കപ്പപ്പൊടി യൂണിറ്റുകളിലും മെഷീൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി ഈരാറ്റുപേട്ട നഗരസഭ ഉപയോഗിക്കുന്നതും ഈ മെഷീൻ തന്നെയാണെന്ന് ജോഷി ജോസഫ് പറയുന്നു. മെഷീനാണെങ്കിൽ അതിൽ പൊടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അരിയുന്ന മെഷീനിൽ അരിയാൻ മാത്രമേ പറ്റുള്ളൂ. അരയ്ക്കുന്ന മെഷീനിൽ അരയ്ക്കാനായിട്ട് മാത്രമേ സാധിക്കൂ. എന്നാൽ എൻ്റെ ഈ മെഷീനിൽ പൊടിക്കാനായിട്ട് സാധിക്കും, അരിയാനായിട്ട് സാധിക്കും, അരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഈ മെഷീന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവവളങ്ങളൊക്കെ ചെയ്യുന്നവർ. ഇത് ഫുഡ് ഗ്രേഡ് അല്ലാത്തതുകൊണ്ട് ഫുഡ് ആവശ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. മറ്റുള്ള ആവശ്യങ്ങൾക്ക്, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ജൈവവളങ്ങളൊക്കെ ചെയ്യുന്നവർ പിണ്ണാക്ക്, ചാണകം, അല്ലെ കക്ക, പച്ചക്കക്ക ഇതുപോലുള്ള എന്തും നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അരിയുക എന്നുള്ളത് നമുക്ക് പുല്ല്, പശുവിനൊക്കെയുള്ള പുല്ലരിയാം, അല്ലെങ്കിൽ വേസ്റ്റൊക്കെ അരിഞ്ഞ് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് അരിയാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് സാധനങ്ങളും അരിഞ്ഞെടുക്കാനായിട്ടുള്ളത് ഇതിൽ മെഷീൻ തന്നെ അത് സാധിക്കും. 2022 കേരള റൂറൽ ഇന്നൊവേഷൻ അവാർഡും 2023 കേരള സയൻസ് കോൺഗ്രസ് അവാർഡും മെഷീന് ലഭിച്ചിരുന്നു. ശുചിത്വ മിഷന്റെ അംഗീകാരത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സ്പാം പദ്ധതിയിൽപ്പെടുത്തി അംഗീകാരത്തിനായി ശ്രമിക്കുകയാണെന്നും ജോഷി ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം സ്ഥാപക മേധാവിയും ഹൃദ്രോഗ വിദഗ്ധനുമായ കോട്ടയം ഗാന്ധിനഗർ പുള്ളോലിക്കൽ ഡോക്ടർ ജോർജ് ജേക്കബ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. 1970 കോട്ടയം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ആരംഭിക്കുമ്പോൾ അതിന്റെ മേധാവിയും പ്രൊഫസറുമായി.
വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 പാമ്പാടി ഈസ്റ്റ് സെന്റ് മേരീസ് ചെറിയ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര കുറ്റിക്കോണം സജിത ഭവൻ വീട്ടിൽ സജിത്ത് എന്നയാളെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുമാരനെല്ലൂർ ഭാഗത്ത് ഇപ്പോൾ താമസിക്കുകയാണ്. പുതുപ്പള്ളി എള്ളുകാല ഭാഗത്ത് കളരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ പിടിയിലായത്. പാലാ ഇടപ്പാടി ആനന്ദ ഷൺമുഖ സ്വാമി ക്ഷേത്രത്തിൽ മകരപ്പൂയ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ആളുകൾ കാവടി ഘോഷയാത്രയിൽ പങ്കാളികളായി. ശ്രീനാരായണ ഗുരു വേലപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ സ്വാമി ക്ഷേത്രത്തിലെ മകരപ്പൂയ മഹോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 6 ദിനരാത്രങ്ങളിലായി നടന്ന ഉത്സവത്തിലെ പ്രധാന ഉത്സവ ദിനമായി ഇന്ന് പ്രൗഢഗംഭീരമായ കാവടി ഘോഷയാത്രയും ആറാട്ട് എഴുന്നള്ളത്തും ആറാട്ട് വരവേൽപ്പും ഭക്തർക്ക് അനുഗ്രഹ വർഷമായി. കോട്ടക്കാവടി, ആട്ടക്കാവടി തുടങ്ങിയ കലകളാൽ വർണ്ണാഭമായിരുന്നു ഘോഷയാത്ര. ഇടമറ്റം, മൂന്നാംതോട്, മല്ലികശ്ശേരി, ഇടപ്പാടി, കീഴാമ്പാറ, അമ്പാറ, പാലാ ടൗൺ തുടങ്ങിയ ശാഖകളിൽ നിന്നുമാണ് കാവടികൾ എത്തിയത്. തുടർന്നായിരുന്നു കാവടി അഭിഷേകം. ന്യൂസ് ബ്യൂറോ, പാലാ. ദളിത് ക്രൈസ്തവരുടെ ഐക്യത്തിനായി പരിവർത്തിത ക്രൈസ്തവ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസുകൾ നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കോട്ടയം ബിഷപ്പ് ജേക്കബ് മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി. ജോസ് കെ മാണി MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എന്തായാലും നമുക്ക് ഉദ്ഘാടനം ജോസ് കെ മാണി സാറാണ്. നമ്മൾ പ്രഭാഷകരായി എത്തുന്ന 2 MLA-മാർ, ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ മോൻസ് ജോസഫ് MLA ആണ്. അതുകൂടാതെ വിവിധ സഭയിലെ ദളിത് ക്രൈസ്തവരെ പ്രതിദാനം ചെയ്യുന്ന ഫാദർമാരുണ്ട്, അതുപോലെ തന്നെ പാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഈ വിഷയത്തിനകത്ത് കേസ് നടത്തുന്ന ആളുകൾ, അതുപോലെ ഓൾ തലത്തിൽ ഈ മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പല ആളുകളും, പ്രമുഖരായ പല ആളുകളും അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ VJ ജോർജ് ഉണ്ട്, ഡോക്ടർ സാഗ് ജോൺ ഉണ്ട്, ഡോക്ടർ സൈമൺ ജോൺ സാറുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അറിയിപ്പ്: കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പാമ്പാടി ഉപകേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സായ DCA കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 048225059000 9895041706. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം ക്ഷീരകർഷക ക്ഷേമനിധി ഓഫീസിൽ ക്ഷീരജാലകം പ്രൊമോട്ടർ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ. ക്ഷീരജാലകം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ അറിയണം. പ്രായം 18-നും 40-നും മധ്യേ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഫെബ്രുവരി 24-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപ് നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ നോഡൽ ഓഫീസർ, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്, ക്ഷീരവികസന വകുപ്പ്, ഈരയിൽ കടവ്, കോട്ടയം എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 048123033514. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെന്നിമലയിൽ വൻ തീപിടുത്തം. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഏക്കർ കണക്കിന് സ്ഥലം കത്തിപ്പോയി. കാരണം വ്യക്തമല്ല. പുണ്യം നിറഞ്ഞ ചിറക്കടവ് ദേശം. ശ്രീ മഹാദേവന്റെ തിരുവുത്സവത്തിന് കൊടിയേറി ഇനി ഭക്തിയുടെ 9 നാളുകൾ. പിടിവിട്ട് സ്വർണ്ണവില. പവന് 64,480 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 8,060 രൂപ. 1 പവൻ വാങ്ങാൻ നൽകേണ്ടത് 72,000 രൂപയിലധികം. കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിലെ ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ബ്ലോക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. വെള്ളിയാഴ്ച ബ്ലോക്ക് സമർപ്പിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.